ഹലോ മൈ ഗേസ്, ഗാങ് ഓഫ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ISL ആരംഭിക്കാൻ ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതെ, തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന സെപ്റ്റംബർ 15 കളിക്കാൻ ഇറങ്ങുമ്പോൾ വെറും 8 ദിവസങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിനായിട്ട് ആരാധകർ കാത്തിരിക്കേണ്ടി വരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ഘാടന മത്സരം പഞ്ചാബ് FC-ക്കെതിരെയാണല്ലോ. തീർച്ചയായിട്ടും ആരാധകർക്ക് ഏറെ ആവേശത്തോടുകൂടെ ആ ഒരു മത്സരത്തിനായിട്ട് കാത്തിരിപ്പാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ഘാടന മത്സരത്തിൽ നോർത്ത് ആൻഡ് സൗത്ത് ഗാലറികൾ അടച്ചിടാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത ഇപ്പോൾ ഏതായാലും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു മത്സരങ്ങളുടെയൊക്കെ ടിക്കറ്റ് സെല്ലിംഗ് ഒക്കെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഓണമായതുകൊണ്ട് തന്നെ വേണ്ടത്ര സുരക്ഷാ സേനയുടെ ലഭ്യത കുറവാണ്. ഇങ്ങനെ നോർത്ത് ആൻഡ് സൗത്ത് ഗാലറികൾ അടച്ചിടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുക്കാനുള്ള കാരണമായിട്ട് അവർ ഉദ്ധരിക്കുന്നത്. ഏതായാലും ഒരു ഒഫീഷ്യൽ വാർത്ത വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിന്റെ ആവേശം ഈ നിറങ്ങളിൽ തന്നെയുള്ള ടാഗ്ലൈനോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ ഹോം കിറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. എന്താണ് പുതിയ ജേഴ്സിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. ഏതായാലും പൊതു അഭിപ്രായങ്ങൾ ആരാധകർ എക്സിലും മറ്റുമൊക്കെ കമന്റിലും മറ്റുമൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഹോം ജേഴ്സിയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നിലവിൽ റിലീസായിട്ടുള്ള 2 കിറ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുകളിലേക്ക് പോകുന്ന ഒരു എയറോ മാർക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഹോം കിറ്റ് മഞ്ഞ ജേഴ്സിയിൽ തന്നെയാണ് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പിന്തുടരുന്ന പല ഗ്രൂപ്പുകളും പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഒരു ജേഴ്സി പുറത്തുവിട്ട ഉടനെ പല വിയോജിപ്പുകളും പല ആരാധകരും പ്രകടിപ്പിച്ചതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ആ ഒരു ജേഴ്സി നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പുതിയ ഹോം കിറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് എന്നുള്ള അഭിപ്രായം വരുന്നുണ്ട്. അതെ, ഒരു വെറൈറ്റി ജേഴ്സി ആയിട്ട് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ജേഴ്സി ഇട്ടുകൊണ്ടാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കൊച്ചിയിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന 15-ാം തീയതി പഞ്ചാബ് FC-ക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. വിജയ തുടക്കത്തിന്റെ മാധുര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ISL സീസണിൽ പൊളിച്ചെടുക്കാൻ സാധിക്കട്ടെ, കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ആരാധകരും കാത്തിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.